ചിലയിടങ്ങളിൽ നമുക്ക് നന്നായിട്ട് ചില ഉത്തരവാദിത്തങ്ങൾക്കകത്ത് പങ്കാളിത്തം വഹിക്കുവാൻ അനുവദിക്കാത്ത രീതിയിൽ പിശാച് പല രീതിയിൽ പോരാട്. പക്ഷെ സഭ പഠിച്ചിരിക്കേണ്ടത് ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി ആയിരിക്കണം. അവൻ എൻ്റെ അവസരങ്ങൾ അനുകൂലമല്ലെങ്കിൽ ഞാൻ എൻ്റെ ദൈവം എന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, ദൗത്യങ്ങൾ ഞാൻ ചെയ്യും. ലൂക്കോസ് 17:11 മുതലുള്ള വാക്യങ്ങൾ നമുക്കെടുത്ത് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള വാക്യം. അവൻ യെരൂശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ. എത്ര പേരായിരുന്നു അവിടെ? 10 പുരുഷന്മാർ. പറഞ്ഞേ, 10 പുരുഷന്മാർ. സ്ത്രീകളെന്ന് എഴുതിയിരിക്കാതെ നിങ്ങൾക്ക് കുഷ്ഠം വേണോ? പറഞ്ഞേ, 10 പുരുഷന്മാർ. 10 പുരുഷന്മാർ അവന് എതിർപ്പെട്ടു. ബാക്കി അകലെ നിന്നുകൊണ്ട്, അടുത്ത് പോലും വന്നില്ല. കർത്താവ് അകലെ നിന്നപ്പോ തന്നെ കർത്താവ് അടുത്തെത്തിയില്ല, ദൂരെ നിൽക്കുക കർത്താവ്. പക്ഷെ അവിടെ കർത്താവിനെ ദൂരെ കണ്ടപ്പോ തന്നെ അവരെന്ത് ചെയ്തു? യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവസരം നോക്കി അവരിരുന്നില്ല. അടുത്തെത്തട്ടെ, എനിക്ക് തൊണ്ട കീറാൻ വയ്യ, എനിക്ക് അങ്ങ് ശബ്ദം ഉണ്ടാക്കാൻ വയ്യ, ഇനിയിപ്പോ കിടന്ന് നിലവിളിക്കാനൊന്നും എനിക്ക് വയ്യ, ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, ഇങ്ങോട്ട് വന്നിട്ട് പറയാ, ഇങ്ങോട്ട് എത്തിയിട്ട് പറയാ. ഒരു പക്ഷേ യേശുപ്പച്ചൻ്റെ റൂട്ട് ചിലപ്പോൾ ലെഫ്റ്റ് എടുക്കാനുള്ള തിരിവ് അല്ലെങ്കിൽ റൈറ്റ് എടുക്കാനുള്ള തിരിവ് ഇവരുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് ആയിപ്പോയാൽ പിന്നെ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതൊരു മനസ്സിലാക്കിയിട്ട് തന്നെ ഹല്ലേലൂയ എന്ത് ചെയ്തു? ദൂരവേ യേശുവിനെ കണ്ടതേ ഉള്ളൂ. യേശുവിനെ ജസ്റ്റ് ഒരു മിന്നായ പോലെ കണ്ടതേ ഉള്ളൂ. അവർ വിളിക്കാൻ തുടങ്ങി, യേശുവേ നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലിട്ട റീലിൻ്റെ കമൻറ്റിൽ പലരും ചോദിച്ചു, ഇങ്ങനെ കിടന്ന് അലറേണ്ടുന്ന കാര്യമുണ്ടോ? ഹല്ലേലൂയ. ഇങ്ങനെ കിടന്ന് നിലവിളിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഈ കുഷ്ഠരോഗികളെ കണ്ടുപിടിക്കുക. ചിലപ്പോൾ നമ്മൾ കർത്താവിനെ കാണുമ്പോൾ അങ്ങ് എല്ലാ സ്ഥലകാല പരിധി എല്ലാം മറന്ന് സ്ഥലകാല ബോധമില്ലാത്തവരെ പോലെ നമ്മൾ യേശുവേ എന്നൊക്കെ ചിലപ്പോൾ വിളിച്ചെന്ന് വരിക, ചിലപ്പോൾ അലറിയെന്ന് വരും, നിലവിളിച്ചെന്ന് വരും, ചിലപ്പോൾ കരഞ്ഞെന്ന് വരും, എന്നും ചെയ്തെന്ന് വരും. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ഒരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. നിലവിളിക്കാൻ ലജ്ജയില്ലാത്തവരുണ്ടെങ്കിൽ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ എന്ന് നിലവിളിക്കാൻ ആമേൻ ഒരു നാണക്കേട്, ഒരു മാനക്കേടും ഇല്ലാത്തവരുണ്ടെങ്കിൽ 2 കരങ്ങളൊന്ന് ചേർത്തടിച്ച ആ കുഷ്ഠരോഗികൾ ഉച്ചത്തിൽ യേശുവിനെ വിളിച്ചപേക്ഷ ഉച്ചത്തിൽ എന്ന മഹത്വം കൊടുത്താട്ടെ. യേശുവേ, ഹല്ലേലൂയ, സ്തോത്രം. നമ്മളാണ് ആവശ്യക്കാർ ഇവിടെ. ആമേൻ. സ്റ്റാൻഡേർഡ് നോക്കിയ പരിപാടി നടക്കത്തില്ല. സ്റ്റാൻഡേർഡ് നോക്കിയ പരിപാടി നടക്കത്തില്ല. ആവശ്യക്കാരൻ ആവശ്യം നടക്കാൻ ഇറങ്ങി ചെല്ലേണ്ടുന്ന മേഖലകളിലേക്ക് ഇറങ്ങി ചെന്നേ പറ്റുള്ളൂ. എനിക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു, എനിക്കൊരു ലോണ് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, എനിക്ക് എല്ലാം ഒന്ന് ക്രമീകരിക്കാം. എനിക്ക് ലോണ് വേണമെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ കിട്ടുമോ? ഇല്ല. ഞാനൊരു പക്ഷേ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും, എൻ്റെ പാൻ കാർഡിൻ്റെ കോപ്പി കൊടുക്കേണ്ടി വരും, എൻ്റെ ആധാർ കാർഡിൻ്റെ കോപ്പി കൊടുക്കേണ്ടി വരും, മാനേജറിനെ മീറ്റ് ചെയ്യേണ്ടി വരും, മാനേജറിനെ മീറ്റ് ചെയ്യാൻ അപ്പോയിൻമെൻ്റ് എടുക്കേണ്ടി വരും. ചിലത് നമ്മൾ ചെയ്താലേ പറ്റത്തുള്ളൂ. ഇതുപോലെ തന്നെ നമ്മൾ ആവശ്യക്കാരായിരിക്കവേ നമ്മൾ സ്റ്റാൻഡേർഡ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇമേജ് നോക്കി നമ്മൾ പ്രാർത്ഥിക്കാനും ഇമേജ് നോക്കി കാര്യങ്ങളിലേക്ക് നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഉയർച്ച പ്രാപിക്കൂല. ആപ്പിളിൻ്റെ ഫൗണ്ടറായിരിക്കുന്ന സ്റ്റീവ് ജോബ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് വട്ടം എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞു വിട്ട ആളാണ്. പക്ഷെ ആ വട്ടൻ തൻ്റെ മേൽ കിടന്ന ഉദ്ദേശം ഞാൻ പൂർത്തീകരിക്കാതെ പിന്മാറത്തില്ല എന്ന് പറഞ്ഞ് മാക്കിൻടോഷിൽ നിന്ന് പിരിച്ചു വിട്ടതിന് ശേഷം അദ്ദേഹം മനസ്സ് മടുത്തില്ല. വീണ്ടും അദ്ദേഹം തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ തക്കവണ്ണം സാഹചര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അദ്ദേഹം ചെയ്തുകൊണ്ടാണ് ഇന്ന് മാക്കിൻടോഷ് എന്ന് പറയുന്ന കമ്പനിയെ പോലും ആപ്പിൾ മേടിക്കുന്ന രീതിയിൽ ഏറ്റവും വലിയൊരു ടെക്നോളജി ഫേമായിട്ട് ആപ്പിൾ മാറുവാനിടയത്. തോമസ് ആൽവ എഡിസൺ ആണ് നമ്മുടെ ഈ പ്രകാശം തരുന്ന ബൾബിനെ കണ്ടുപിടിച്ച ആള്. ഈ ബൾബ് കണ്ടുപിടിച്ചവന് വട്ടാന്ന് പറഞ്ഞു, ഇവന് പഠിക്കാനുള്ള ബുദ്ധിയില്ല, ഇവനെന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട തോമസ് ആൽവ എഡിസൺ എത്രയോ പ്രാവശ്യം തോറ്റു. എത്ര പ്രാവശ്യം തോറ്റു എന്നറിയാമോ? തൻ്റെ എക്സ്പെരിമെൻ്റ്, ബൾബ് ഉണ്ടാക്കുന്ന എക്സ്പെരിമെൻറ്റിൽ
അവരുടെ ലാബിലെ റെക്കോർഡ് പ്രകാരം 2744 2774 പ്രാവശ്യം തോമസ് ആൽവ എഡിസൺ തോറ്റു ബൾബ് ഉണ്ടാക്കുന്നതിൽ. 10,000 ഫിലമെന്റ്സ് വേസ്റ്റ് ചെയ്ത് അങ്ങേര് 10,000 ഫിലമെന്റുകൾ വേസ്റ്റ് ആക്കി. എന്നിട്ടാണ് അവസാനം ഒരു ബൾബ് ഉണ്ടായി. നമ്മുടെ കാര്യം ഒന്ന് നോക്കി നോക്കിയാൽ നമ്മൾ ഒരു കാര്യം ഒരു പ്രാവശ്യം ശ്രമിച്ചു, ചിലപ്പോൾ 2 പ്രാവശ്യം ശ്രമിക്കും, 3 പ്രാവശ്യം ശ്രമിക്കും. പ്രത്യേകിച്ചും ഇന്ന് അങ്ങനെ ഫെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, ഒരു വിഷയമാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിത്തം. ഇല്ലാത്ത പൈസ ഉണ്ടാക്കി മക്കളെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വിടും. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയും 25,000 രൂപ. ഇപ്പം അതിലൊന്നും നടക്കില്ല. ഇപ്പം 25-ന് നടക്കില്ല, നേരത്തെ ആയിരുന്നു 32, 35, 40,000 രൂപ എക്സാം ഫീ എന്ന് പറഞ്ഞ് മേടിച്ചിട്ട് എക്സാം എഴുതും. ഫെയിൽ, 1 മാർക്കിന് ഫെയിൽ, 2 മാർക്കിന് ഫെയില്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. എത്ര അറ്റംപ്റ്റ് ഉണ്ട്, പിന്നെ വീണ്ടും ഒന്നേന്ന് അതിനും ചെറിയ പൈസ എന്തോ ഉണ്ട്, 5,000 രൂപ 10,000 രൂപ എന്തോ അടയ്ക്കണം. അതും ശരിയായില്ലെങ്കിൽ അത് പണ്ടാണെന്ന് തോന്നുന്നു, ഇപ്പം 9,000 രൂപയാണെന്ന് തോന്നുന്നു. ഒരു സംഭവത്തിന് 9,000 രൂപയാണെന്ന് തോന്നുന്നു. അതിന് ശരിയായില്ലെങ്കിൽ വീണ്ടും അവർ ഒന്നേന്ന് എഴുതണം. അത് ഒന്നേന്ന് എഴുതെങ്കിൽ വീണ്ടും എത്ര 32,000 രൂപ 35,000 രൂപ വീണ്ടും എഴുതണം. അങ്ങനെ ലക്ഷങ്ങൾ നമ്മൾ ചെലവിടുന്ന ഒരു മേഖലയാണ്. കാരണം ചില വലിയ കാര്യങ്ങൾ, ചില വലിയ ഉദ്ദേശങ്ങൾക്ക് എളുപ്പവഴിയില്ല. വലിയ നന്മകൾക്ക് എളുപ്പവഴികളില്ല. വലിയ വാഗ്ദത്തങ്ങൾക്ക് എളുപ്പവഴിയില്ല. വലിയ കനാനുകൾക്ക് എളുപ്പവഴിയില്ല. ചില മരുഭൂമിയിലൂടെ നാം കടന്നു പോകേണ്ടി വന്നെന്ന് വരാം. സീനായി പർവ്വതത്തിന് ചുറ്റുമായി, ഹോരേബ് പർവ്വതത്തിന് ചുറ്റിലും ചുറ്റി അവൻ വർഷങ്ങൾ നടക്കേണ്ടി വന്നെന്ന് വരാം. കാരണം നിന്റെ വിഷയം എത്രത്തോളം വലുതാണോ, നിന്റെ മേലുള്ള വാഗ്ദത്തങ്ങൾ എത്രത്തോളം വലുതാണോ, നിന്റെ മേലുള്ള ദൈവിക പദ്ധതികൾ എത്രത്തോളം വലുതാണോ, അതിനനുസരിച്ച് ചില തടസ്സങ്ങൾ, ചില ഞെരുക്കങ്ങൾ, ചില പരിശോധനകൾ, ചില തോൽവികൾ, ചില ഡിസപ്പോയിന്റ്മെന്റ്സ്, ചില നിരാശാജനകമായ അനുഭവങ്ങൾ നിന്റെ ലൈഫിൽ ഒത്തിരി വരും. പക്ഷെ അവിടെ നീ വീണ് പോകരുത്, പതറിപ്പോകരുത്, മനസ്സ് കൈവിടരുത്. മനസ്സിലാക്കുക, എന്തോ വലുത് എന്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയധികം എന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ട്. വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇവിടെ 10 കുഷ്ഠരോഗികൾ ദൂരെ നിന്ന് കണ്ടപ്പോഴേ അവർ നിലവിളിച്ചു, യേശുവേ നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. 14 വാക്യം, അവനവരെ കണ്ടിട്ട് നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. നമുക്ക് ഈ ശുദ്ധരായ ഭാഗം ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാ, അടിപൊളി, സൂപ്പർ, പ്രൈസ് ഗോഡ് എന്ന് നമ്മൾ പറയും. പക്ഷേ ഈ 10 കുഷ്ഠരോഗികളുടെ വിടുതലിന്റെ പിന്നിലുള്ള ഏറ്റവും രഹസ്യമായ ഒരു തത്വം എന്ന് പറയുന്നത് അവർ എങ്ങനെ സൗഖ്യം പ്രാപിച്ചു എന്നുള്ളതാണ്. ദൂരെ നിന്ന് കണ്ടു, യേശുവെ എന്ന് വിളിച്ചു. കർത്താവ് ഇവരെ കണ്ട ഉടൻ തന്നെ, എങ്ങനെ എഴുതിയിരിക്കുന്ന, അവൻ അവരെ കണ്ടിട്ട്, കണ്ട ഉടൻ എക്സ്ക്യൂസ് മീ ബ്രദേഴ്സ് പ്ലീസ് ടേക്ക് എ സീറ്റ് എന്ന് പറഞ്ഞില്ല. എക്സ്ക്യൂസ് മീ ബ്രദർ പ്ലീസ് വെയിറ്റ് ഹിയർ, ലെറ്റ് മീ ബ്രിങ് സം ട്രീറ്റ്മെന്റ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞില്ല. ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണ്ട, ഞാൻ കുറച്ച് സ്റ്റെതസ്കോപ്പ് എടുത്തിട്ട് വരട്ടെ, ഞാൻ കുറച്ച് ഫോമുകൾ എടുത്തിട്ട് വരട്ടെ, കുറച്ച് ടാബ്ലറ്റ് ഞാൻ എഴുതിക്കൊണ്ട് വരാം, ചില അഡ്വൈസുകൾ എനിക്ക് തരാനുണ്ട്, ചില ഉപദേശങ്ങൾ എനിക്ക് തരാനുണ്ട്, ചില കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാനുണ്ട് എനിക്ക് നിന്നോട് എന്നൊന്നും പറഞ്ഞില്ല. കർത്താവരെ കണ്ട ഉടൻ തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ പോയി പുരോഹിതനെ കാണിച്ചു കൊടുക്കാൻ. ഇവർ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്ഠരോഗികൾ വെളിയിറങ്ങി നടന്നുകൂടാത്ത കാലഘട്ടമാണ്. സ്തോത്രം. ആൾക്കൂട്ടമുള്ളവർക്ക് പോകാൻ പാടില്ല, അവർ ഒളിച്ചു താമസിക്കണം, ഒളിച്ചു ജീവിക്കണം. കാരണം ദേ ആർ എ ബർഡൻ ഫോർ ദ സൊസൈറ്റി. അവർ സമൂഹത്തിനൊരു ശാപമാണ്. കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണോ ഐസൊലേഷൻ പാലിച്ചത്, കോവിഡ് ഉള്ളവർ ഐസൊലേറ്റഡ് ക്യാമ്പുകൾക്കകത്തും ഐസൊലേറ്റഡ് ആയിട്ട് വീട്ടിൻ്റെ അകത്തൊക്കെ അടച്ചുകൂടി ഇരുന്നത് എങ്ങനെയാണ്, അതുപോലെ ഇരിക്കണമെന്നുള്ള നിയമം നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഈ 10 കുഷ്ഠരോഗികളോട് കർത്താവ് പറയുന്നത്, നിങ്ങൾ പോയി പുരോഹിതനെ കാണിച്ചു കൊടുക്കാൻ. സൗഖ്യമാകാതെ പുരോഹിതനോട് പോയാൽ പുരോഹിതൻ പറയും ഞാൻ അശുദ്ധനായി എന്ന്. സ്തോത്രം. ചിലപ്പോൾ ശാസിച്ചെന്ന് വരും, ചിലപ്പോൾ ഇവർക്ക് പെർമനൻ്റ്ലി ഇവർ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള നിയമ സംവിധാനങ്ങളുടെ കുരുക്കിനകത്താക്കാൻ വരെ പുരോഹിതന്മാർക്ക് കഴിവുണ്ട്. സൗഖ്യമായെങ്കിൽ മാത്രമേ പുരോഹിതൻ്റെ അടുക്കൽ പോകാൻ പറ്റത്തുള്ളൂ. ഇതിന് അവർ അപ്രൂവൽ ചെയ്യും, ഇവന് സൗഖ്യമായി, ഹീ ഈസ് ഫിറ്റ്. ഈ നിങ്ങൾ വിസയ്ക്കും പിന്നെ പുറത്തൊക്കെ പോകുന്ന കാര്യങ്ങൾ, പിന്നെ അഡോപ്ഷൻ, ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം, ഫിറ്റാണ്, വേറെ രോഗങ്ങളോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് എഴുതുന്നതിൽ പുരോഹിതനാണെന്ന് കൊടുക്കുന്നത്. പക്ഷെ കർത്താവ് ഇവിടെ വ്യത്യസ്തമായി ചെയ്യുകയാണ്. പ്രാർത്ഥന കേട്ടപ്പോൾ തന്നെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതനെ കാണിക്കാൻ.
അപ്പോഴും അവരുടെ കുഷ്ഠം അവിടെ ഇരിക്കുക, അപ്പോഴും അവിടെ വിഷയം അതുപോലെ തന്നെ ഇരിക്കുക. കൈ വീശിയില്ല, ശിരസിൽ കൈ വെച്ചില്ല, വെള്ളം തളിച്ചു കൊടുത്തില്ല. ഹല്ലേലൂയ. ഒരു പ്രൊസീജിയേഴ്സും അവിടെ നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം. 7 പ്രാവശ്യം യോർദാനിൽ പോയി മുങ്ങി കുളിക്കാൻ പറഞ്ഞില്ല, ഷീലോം കുളത്തിൽ പോകാൻ പറഞ്ഞില്ല, നിന്റെ കണ്ണ് കഴുകാൻ പറഞ്ഞില്ല, നീ 2 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല, ഉപവസിക്കാൻ പറഞ്ഞില്ല. ഇതൊന്നും വേണ്ട എന്നുള്ളതല്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മെ വഴി നടത്തുന്ന വിധം ഇത്തരത്തില്ല. സ്തോത്രം. നിന്റെ വിഷയം അതേപടി തന്നെ ഉണ്ടായിരിക്കും. നിന്റെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളാകുന്ന, നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളാകുന്ന കുഷ്ഠം ഇപ്പോഴും നിന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറാതെ അവിടെ തന്നെ ഇരിപ്പുണ്ടായിരിക്കും. എങ്കിലും ദൈവം നിന്നെ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കും. നീ പോയി പുരോഹിതനെ കാണിക്ക, നീ പോയി സുവിശേഷം പറ, നിനക്ക് കിട്ടിയ മാറ്റം പറ. നിന്റെ കടം ഇപ്പോഴും അതുപോലെ തന്നെ ഇരിപ്പുണ്ടായിരിക്കാം. പക്ഷെ ദൈവം നിന്നോട് പറയുക, നീ സാക്ഷിയാകണം. കടം മാറിയില്ലായിരിക്കാം, പക്ഷെ ജീവൻ നിനക്ക് ദൈവം തന്നോ, സമാധാനം ദൈവം നിനക്ക് തന്നോ, നിന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറിയോ, കടബാധ്യത ഇന്നും അതുപോലെ തന്നെയുണ്ട്. പക്ഷേ ഇത്രയധികം നന്മകൾ അത് സാക്ഷ്യം പറയാൻ യോഗ്യമായ അവസ്ഥയല്ലയോ? ആണോ അല്ലയോ? ആണെങ്കിൽ ഒരു ആമേൻ പറഞ്ഞേ. പ്രൈസ് ഗോഡ്. ചില കുഷ്ഠങ്ങൾ നമ്മുടെ ലൈഫിൽ അവിടെ തന്നെ ഉണ്ടാകും. പക്ഷെ ദൈവത്തെ അനുസരിക്കുന്നത് യാഗത്തെക്കാൾ, മുട്ടാടുകളുടെ മേധസ്സിനേക്കാൾ ഏറ്റവും നല്ലത്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അത്ഭുതത്തിന് മുന്നോടിയായുള്ള അനുസരണം. സ്തോത്രം. വിശ്വാസത്തിൻ്റെ പുറത്തുള്ള അനുസരണം, ഫീലിംഗ് ഉണ്ടാകുന്നതിന് അഡ്വാൻസ്ഡായി ചെയ്യുന്ന ഒരു അനുസരണം. അതാ നമ്മൾ ആദ്യം പറഞ്ഞ്, തോന്നണമെന്നില്ല. കുഷ്ഠം മാറി തുടങ്ങി കേട്ടോ, അപ്പം ഇനിപ്പോ കുഷ്ഠം മാറി കേട്ടോ, എന്നാ ഇനിപ്പോ നോ, തോന്നണമെന്നില്ല. എന്നെ സംബന്ധിച്ച് നോക്കിയാൽ തന്നെയും എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ പ്രസംഗിക്കണം, ഞാൻ പ്രസംഗം പ്രിപ്പയർ ചെയ്യണം, വചനം പഠിക്കണം, വചനത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണം എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ സത്യസന്ധമായി പറയാമല്ലോ, എനിക്ക് എപ്പോഴും തോന്നണമെന്നില്ല. ചില സമയങ്ങൾ ഭയങ്കര ഉത്സാഹമായിരിക്കും. ഇന്ന് ഞാൻ പ്രസംഗിച്ചിട്ടേ ഉള്ളൂ, ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു നോട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടേ ഉള്ളൂ. നോട്ട് എവറി ഡേ ഈസ് ലൈക്ക് ദാറ്റ്. എല്ലാ ദിവസവും അതുപോലെ ആകണമെന്നില്ല. ചില ദിവസങ്ങളിൽ തലവത്തിന് നിന്നാലും ഒന്നും കിട്ടത്തില്ല. ചില ദിവസം ഒന്നും വേണ്ട. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കർത്താവ് ശബ്ദം തരും. ആ ശബ്ദത്തെ മുറുകെ പിടിക്കുക, ഒരു വാക്യം കൊണ്ട് അങ്ങ് കയറി കൊടുത്താൽ മാത്രം മതി, ബാക്കിയെല്ലാം പരിശുദ്ധാത്മാവ് അങ്ങ് നയിച്ചോളും. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ ആകത്തില്ല. എവറി ഡേ ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഹല്ലേലൂയ. ചില സമയം ഞാൻ മണിക്കൂറുകൾ ഇരുന്നാൽ പോലും എനിക്കൊന്നും ഫീൽ ചെയ്യത്തില്ല. എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോള് ചോദിച്ചു, ബ്രദർ, എനിക്ക് സ്വമേധ സുവിശേഷത്തിൻ്റെ ഭാഗമായിട്ടൊരു ചർച്ചിൽ പ്രസംഗിക്കാനായിട്ട് ദൈവം എനിക്കൊരു അവസരം തന്നിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ പ്രസംഗിക്കാനൊക്കെ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് എൻ്റെ ചിന്തയിൽ ചില വിഷയങ്ങൾ നിൽക്കും. എന്നിട്ട് അതിന് വെച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ പോലും അറിയാതെ എല്ലാം എനിക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ കിട്ടും. ഞാൻ പറയേണ്ട കഥ ഏതാണ്, ഏത് ബൈബിൾ വേഴ്സും എല്ലാം എൻ്റെ ദൈവം തരാറുണ്ട്. പക്ഷെ എനിക്ക് ചില ദിവസങ്ങളായിട്ട് എൻ്റെ ഉള്ളിലൊരു സംശയം, ഇതൊക്കെ എനിക്ക് തോന്നുന്നതാണോ അതോ ദൈവശബ്ദം തന്നെയാണോ? ഞാൻ ആ മോളോട് പറഞ്ഞു, മോളെ, ദൈവം പല രീതിയിലാണ് ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത്. വചനത്തിലൂടെ സംസാരിക്കും, ദൈവദാസന്മാരിലൂടെ സംസാരിക്കും, അതുപോലെ തന്നെ നമ്മുടെ ചിന്തയിലൂടെ ദൈവം സംസാരിക്കും. നാം ലൗകികനായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കൊരു ആത്മീക ബന്ധമില്ല, എനിക്കൊരു ആത്മീക ജീവിതമില്ല, എനിക്ക് ദൈവമായൊരു ബന്ധമില്ലെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ചിന്ത ദൈവത്തിൽ നിന്നുള്ളതാകണമെന്നില്ല. അത് ദൈവികമായതാണോ അല്ലയോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ഒന്നും വേണ്ട, നിനക്കുണ്ടാകുന്ന ചിന്ത ബൈബിൾ പ്രകാരം ശരിയാണോ തെറ്റാണോ നോക്കിയാൽ മാത്രം മതി. ബൈബിൾ പ്രകാരം ശരിയാണെങ്കിൽ അത് ദൈവഹിത പ്രകാരം ദൈവശബ്ദമാകണം. സ്തോത്രം. പക്ഷെ ദൈവവചനത്തിന് വിരുദ്ധമായതും ലോകപ്രിയമായിട്ടുള്ളൊരു ചിന്തയാണ് നിന്റെ ലൈഫിൽ വരുന്നെങ്കിൽ അതൊരിക്കലും ദൈവത്തിൽ നിന്നാകത്തില്ല, അത് മറ്റവൻ്റെതാ. ഒന്നുകിൽ അത് പിശാചിൻ്റെ, അല്ലെങ്കിൽ അത് മാനുഷിക ചിന്തയായിരിക്കും. പക്ഷെ വചനത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള അത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അതിനെ വിവേചനം എന്ന് പറയും. നമ്മുടെ ചിന്തയും ദൈവം തരുന്നതും തമ്മിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. സ്തോത്രം. ഒന്നാം, ഞാനൊരു സിമ്പിൾ സ്റ്റാൻഡേർഡാണ് പറഞ്ഞത്, അത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. 2, പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപാവരമാണ് വിവേചനം. അത് മനസ്സിലാക്കാൻ, ഇൻ്റർപ്രറ്റ് ചെയ്യാൻ, വിവേചിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്. ചില കാര്യങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാവും, അത് നമ്മുടെ ചിന്തയാന്നുള്ള, നമ്മുടെ ഉള്ളിൽ വന്നേക്ക്. പക്ഷെ ചില സംഭവങ്ങൾ നമ്മൾ ജന്മത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ, ചിന്തിക്കാൻ ഒട്ടുമേ സാധ്യതയില്ലാത്ത കാര്യം, ഔട്ട് ഓഫ് നോവെയർ
ഒരിടത്തൊന്നും ഇല്ലാതെ നമ്മുടെ ചിന്താമണ്ഡലത്തിനകത്ത് വരും. അതെവിടെ നിന്നാണ് വരുന്നേ? പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നതാ. ഹല്ലേലൂയ. കാരണം എൻ്റെ ലൈഫ് സ്റ്റൈലിൽ വെച്ച്, എൻ്റെ ചിന്താരീതി വെച്ച് ഇങ്ങനൊരു ചിന്ത വരേണ്ടുന്ന ഒരു സാഹചര്യമേ ഇല്ല. അങ്ങനെ ചിന്തിക്കാനൊരു സാധ്യതയില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം ചിന്തിച്ചിട്ടുമില്ല. പക്ഷെ അങ്ങനെയുള്ളൊരു കാര്യം എൻ്റെ ഹൃദയത്തിനകത്ത് വെളിപ്പെടുന്നെങ്കിൽ മനസ്സിലാക്കുക, there is a voice from God. ഹല്ലേലൂയ. ചിലപ്പോഴൊക്കെ മണിക്കൂർ ഇരുന്നാലും അത് കിട്ടത്തില്ല. പക്ഷെ it is my responsibility to preach. It is my responsibility to represent the church, represent the word of God. ദൈവ വചനവുമായി നിൽക്കുക എൻ്റെ ഉത്തരവാദിത്തം. അത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വിളിയും തെരഞ്ഞെടുപ്പുമാണ്. എപ്പോഴും ദൈവം എന്നോട് പറയണമെന്നില്ല, ദൈവം എനിക്ക് തോന്നൽ തരണമെന്നില്ല, ദൈവം എന്നെ ഉത്സാഹിപ്പിക്കണമെന്നില്ല. ദൈവം ഓൾറെഡി എന്നോട് പറഞ്ഞു, നിന്റെ വിളി, നിന്റെ തെരഞ്ഞെടുപ്പ് ഇതാണ്. സോ യു നീഡ് ടു ഡു ഇറ്റ്. സംടൈംസ് ചില വേളകളിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിസ്ഡം, ജ്ഞാനം, ഇതിനകത്ത് കളിമണ്ണല്ലല്ലോ, ഇതിനകത്ത് ദൈവം ഒരു സാധനം വെച്ച് തന്നിട്ടുണ്ട്. എന്തിനാ? ചിലത് കർത്താവ് സ്റ്റോർ ചെയ്ത് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ജ്ഞാനം. ഈ ജ്ഞാനം ഉപയോഗിച്ച് ചിലത് നമ്മൾ ചെയ്യണം. അല്ലാതെ ഇപ്പോഴത്തെ രീതി പോലെ ഒരു മോട്ടിവേഷൻ തോന്നിയാൽ, എനിക്ക് തോന്നലുണ്ടായാൽ, അല്ലെങ്കിൽ സ്തോത്രം ഇനി ആത്മീകമായിട്ട് പറയുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ നയിച്ചാൽ, ഇഫ് ഐ ഫീൽ ലെഡ്, എനിക്ക് ആ സ്തോത്രം ഗൈഡൻസ് കിട്ടിയാൽ, നോ, ഡോണ്ട് വെയിറ്റ് ഫോർ ദാറ്റ് എവറി ടൈം. ഇറ്റ് ഈസ് ഗുഡ് ടു സീക്ക് ദാറ്റ്. അത് അന്വേഷിക്കാൻ നല്ലതാണ്. പരിശുദ്ധാത്മാവിൻ്റെതായിട്ടുള്ള വഴി നടത്തുമ്പോൾ അന്വേഷിക്കണം. പക്ഷേ ചില കാര്യങ്ങൾ അത് വേണ്ടാന്നുള്ളതല്ല പറയുന്നത്. ചില സന്ദർഭങ്ങളിൽ, ചില കാര്യങ്ങളിൽ നമ്മൾ മനഃപൂർവ്വമായി ദൈവം നമ്മെ ഏൽപ്പിച്ചത് ചെയ്തേ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കുഷ്ഠരോഗികളുടെ വിടുതലിന്റെ രഹസ്യം അതാ. അവർക്കൊന്നും തോന്നിയില്ല, അവർക്കൊന്നുമേ സംഭവിച്ചില്ല. പക്ഷെ അവർ യേശുവിൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച് എന്ത് ചെയ്തു? പുരോഹിതനെ കാണിക്കാൻ പോയി. അവർ തിരിച്ചൊരു ചോദ്യം ചോദിച്ചില്ല. അല്ല, ഞങ്ങൾക്കതിന് സൗഖ്യമല്ല, പ്രാർത്ഥന, എണ്ണയും വെള്ളമൊന്നും എഴുതിയില്ല. അല്ല, ഉപ്പ് വേണ്ടേ ബ്രദറെ? സ്തോത്ര. ഉപ്പ് വേണ്ടോടത്ത് ഉപ്പ് തരും. ചേട്ടൻ അനുസരിക്കുക. ഒരു പക്ഷെ നീ ചെയ്യേണ്ട അനുസരണം എന്ന് പറഞ്ഞാൽ ചില ജീവിത ശൈലികൾ ക്രമീകരിക്കുന്നതാകാം. മാനവമര്യാദയ്ക്ക് ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്കകത്ത് ബന്ധമുണ്ടാക്കുന്നതായിരിക്കാം. നിന്നെ ചില പാപ സ്വഭാവങ്ങൾ ഉപേക്ഷിക്കുന്നതായിരിക്കാം. ഇതിനൊന്നും ആരും ഫോഴ്സും ചെയ്യേണ്ട. യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങി കുളിക്കാൻ വേണ്ട. തലയ്ക്കകത്ത് ആള് താമസമുള്ളവരും വചനം കേട്ടിട്ടുള്ളവരും മനഃപൂർവ്വമായി ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഒരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീക ഭാഷയ്ക്കകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ചൈനീസ്, ടൈവനീസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഭാഷയാണ് ക്രിസ്ത്യനീസ്. ഹല്ലേലൂയ. ഒരു ആത്മീക ഭാഷ. ഈ എല്ലാ കാര്യത്തിനും ഈ ആത്മീക ഭാഷ എടുത്ത് ചുമ്മാ സ്വാർത്ഥമായിട്ടുള്ള മന്ദബുദ്ധിത്തരത്തിന് കൂട്ടൊന്നും ആക്കരുത്. കോമൺ സെൻസ് യൂസ് ചെയ്യേണ്ടത് കോമൺ സെൻസ് യൂസ് ചെയ്യണം. ഹല്ലേലൂയ. മന്ത്രവാദിനികളെ തിരിച്ചറിയാൻ പറ്റുന്ന 7 അടയാളങ്ങൾ. അതിനകത്തൊരു സംഭവം പറഞ്ഞു. അതിനകത്ത് 2ാമത്തെ അടയാളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ആത്മീക ഭാഷയിൽ വന്ന് നമ്മളെ തെറ്റിച്ച് കളയും. ഒരു ഭയങ്കര ആത്മീക ഭാഷയാണ്. നമ്മൾ സ്വയമേ തന്നെ നമ്മുടെ പല അനുഗ്രഹങ്ങൾക്ക് തടസ്സം നിർത്തുന്ന ഇതാ, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഹലോ, എക്സ്ക്യൂസ് മീ, ഓൾറെഡി ദൈവം നിന്നോട് പറഞ്ഞല്ലോ, ഇനി എന്തിനാ 2ാമത്തെ പ്രാവശ്യം വീണ്ടും കർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? നീ വിചാരിക്കുമ്പോൾ തന്നെ മക്കളെ ഒന്ന് പോവോ എന്ന് നിങ്ങളെ മക്കളോട് പറയുന്ന പോലെ ഇങ്ങനെ പുറകെ നടന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. നിന്നോട് ഓൾറെഡി പറഞ്ഞു, ഗോ ഫോർത്ത്, പോക. ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി, അത് ചെയ്യുക. ഐ എം വെയിറ്റിംഗ് ഫോർ ദ ലോർഡ്. എന്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്? വെള്ളം തിളപ്പിക്കണോ വേണ്ടേ എന്നുള്ളത്. ഹല്ലേലൂയ. ഇന്ന് ചൂരമീന് കറി വെക്കണോ ഫ്രൈ ചെയ്യണോ? ഐ എം വെയിറ്റിംഗ് ഫോർ ദ ലോർഡ്. ഞാനൊരു തമാശ രൂപത്തിൽ പറഞ്ഞതാണ്. ചൂരയും മീനും കറിയൊന്നും അല്ല. ഇതുപോലെ പല മേഖലകളിൽ നിന്റെ സാമ്പത്തിക ചില ക്രമീകരണങ്ങൾ, നിന്റെ ചില ലൈഫ് സ്റ്റൈലിൻ്റെ ക്രമീകരണങ്ങൾ, ചില ചിന്താരീതികളുടെ ക്രമീകരണങ്ങൾ, ഇവയൊക്കെ ക്രമീകരിക്കാനും ശരിയാക്കാനും you don't have to you don't have to say I am waiting for the Lord's voice. No, the Lord's voice is already on the Bible. വേദപുസ്തകത്തിനകത്ത് കർത്താവിൻ്റെ ശബ്ദം ഓൾറെഡി വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. റീഡ് ഇറ്റ് ആൻഡ് വാട്ട് എവർ ഇറ്റ് സേസ് ഒബേ ഇറ്റ്. വചനം എന്തൊക്കെ പറയുന്നു അത് അനുസരിക്കുക. ഹല്ലേലൂയ. ആരും എന്നോട് പിണങ്ങരുത്.
ആരും എന്നോട് പിണങ്ങരുത്. ഈ ഡയലോഗ് അടിക്കുന്ന ഏറ്റവും വലിയ കാരണമാണ് സ്നാനം. സ്തോത്രം. ഞാൻ ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ നമുക്കും ആരെയും നിർബന്ധിച്ചു എന്ന് വരാതിരിക്കാൻ വേണ്ടി നമ്മളും പറയും ദൈവഹിതത്തിനു വേണ്ടി. ദൈവം നിങ്ങളോട് ഇടപെടാൻ വേറെ ഒന്നുമില്ല. ബൈബിളിനകത്ത് പച്ച മലയാളത്തിലല്ല, അരാമ്യ ഭാഷയിൽ എഴുതിയത് പച്ച മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളും സുവിശേഷം പറഞ്ഞ് അവരെയൊക്കെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ശിഷ്യരാക്കാൻ വേണ്ടി യേശു കർത്താവ് ഓൾറെഡി പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതിനപ്പുറം ഇനി എന്താ പറച്ചിൽ വേണ്ടത്? ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഇതുപോലെ പല എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിഞ്ഞു മാറി നടക്കുന്ന ടീമുകളെല്ലാം മടങ്ങി വന്നോണ്ടോ? ഹല്ലേലൂയ. ചൂരച്ചെടിയുടെ കീഴിൽ പോയി ഒളിച്ചിരുന്നവരെല്ലാം മടങ്ങി വന്നോണ്ടോ? ഗുഹയ്ക്കകത്ത് ഒളിച്ചിരുന്നവരെല്ലാം മടങ്ങി വന്നോളൂ. ദൈവം നിന്നെ ഓൾറെഡി ചിലത് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രാവശ്യം വന്നിങ്ങനെ പുറകെ നടന്ന് ആമേൻ കർത്താവ് ഓർമ്മിപ്പിക്കാൻ നീ ഒരു കൊച്ചു വാവയല്ല എന്നുള്ളത് ഓർക്കണം. കട്ടി ആഹാരം കഴിക്കുന്ന വളർച്ച പ്രാപിച്ച ഒരു ദൈവത്തിന്റെ പൈതലായി തീരണം. ഹല്ലേലൂയ. കൈ അടിക്കണമെങ്കിൽ ഒരു ആമേൻ പറയണമെങ്കിൽ ഹല്ലേലൂയ പറയണമെന്ന് എപ്പോഴും തോന്നണമെന്നില്ല. പക്ഷേ ദൈവം വലിയവനാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കും. കേൾക്കുന്ന ഞാൻ ദൈവത്തിന്റെ വചനമാകിയാൽ, ദൈവവചനത്തിന്റെ സത്യമാകിയാൽ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കും. അതിന് തോന്നാനൊന്നുമില്ല. ആരാധിക്കുന്നു. ഇന്ന് എനിക്ക് ആ സാന്നിധ്യം അനുഭവിക്കുന്നില്ല. സാന്നിധ്യം അനുഭവിക്കണമെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ആരാധിക്കുമ്പോൾ സാന്നിധ്യം വരും, അത് വേറെ. പക്ഷെ സാന്നിധ്യം അനുഭവിച്ചാലേ ആരാധന വരുമെങ്കിൽ ജന്മം ആരാധിക്കൂല. ഹല്ലേലൂയ. സ്തോത്രം. ഈ കുഷ്ഠരോഗി മാത്രമൊന്നും അല്ല. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം പരിശോധിക്കുമ്പോൾ ഇസ്രായേലിന്റെ അടുത്ത രാജാവിനെ അഭിഷേകം ചെയ്യാൻ ജെസ്സിയുടെ വീട്ടിലേക്ക് ദൈവം ശമൂവേലിനെ അയക്കുമ്പോൾ അവൻ ചെയ്തതെന്നുണ്ട്, കൊമ്പിൽ തൈലമെടുത്തു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? പക്ഷെ പുള്ളിക്കാരനുണ്ടല്ലോ വീട്ടിൽ നിന്ന് കൊമ്പിനകത്ത് തൈലം എല്ലാം ഒഴിച്ചോണ്ട് വന്നു. പക്ഷെ ആരെയാണ് അഭിഷേകം ചെയ്യാൻ പോണെന്ന് പോലും പറഞ്ഞില്ല. ഹല്ലേലൂയ. ഈ തൈലം ആരുടെ തലയിൽ കൂടെ ഒഴിക്കാൻ പോകുന്നത് എനിക്കൊരു പിടിയുമില്ല. പക്ഷെ അവനോട് തൈലക്കൊമ്പില് തൈലം എടുത്തുകൊണ്ട് ഇറങ്ങാൻ പറഞ്ഞപ്പോഴേ അവനങ്ങ് ഇറങ്ങി. ദാവീദാണോ, ദാവീദിന്റെ ചേട്ടനാണോ, രണ്ടാമത്തവനാണോ, മൂത്താമതനാണോ, നാലാമത്തവനാണോ, എബ്രഹാമാണോ, ആമേൻ സ്തോത്രം, ജോൺ ആണോ? അതൊന്നും അല്ല അവരെ പേരൊന്നും, ഞാൻ വെറുതെ കൈ നിട്ട് പറയുന്നത്. ആമേൻ സുരേഷ് ആണോ, രമേശ് ആണോ, ആമേൻ സ്തോത്രം, കൃഷ്ണൻകുട്ടിയാണോ, പിന്നെ രാധാമണിയാണോ? ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പേരൊന്നും വായിൽ വരുന്നില്ല. ബിനു ആണോ എന്നൊന്നും പുള്ളിക്ക് അറിഞ്ഞൂടാ. പുള്ളിയോട് പറഞ്ഞു നീ ജെസ്സിയുടെ വീട്ടിൽ പോ അഭിഷേകം ചെയ്യാൻ. ഒരക്ഷരം തിരിച്ചു മിണ്ടാതെ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ദൈവം എന്നോട് ജെസ്സിയുടെ വീട്ടിൽ പോകാൻ പറഞ്ഞു. ആരെയും അഭിഷേകം ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല ആരെയും അഭിഷേകം ചെയ്യാൻ പോകുന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞു അഭിഷേക കൊമ്പും തൈലവും കൊമ്പും എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. ഞാൻ കൊമ്പിൽ അഭിഷേക തൈലം ഒഴിച്ചു, കൊമ്പും കൊണ്ടതാ പോയി. ഇതാ അനുസരണം. എല്ലാം വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ചെയ്യാം. ആരാന്ന് തിരിച്ചറിഞ്ഞിട്ട് കൊമ്പിൽ തൈലം ഒഴിക്കാന്ന് പറഞ്ഞ് അവൻ ഇരുന്നെങ്കിൽ ഒരു നാളും ആ കൊമ്പിനകത്ത് തൈലം ഒഴിക്കേണ്ടി വരത്തില്ല. ഹല്ലേലൂയ. ആദ്യം അവൻ തൈല കൊമ്പിൽ ഒഴിച്ചതിന് ശേഷം ആരെയാണ് അഭിഷേകം ചെയ്യേണ്ടെന്നുള്ള ദൈവം കാണിച്ചു കൊടുത്തു. കാനായിലെ കല്യാണ വീട്ടിൽ പോയപ്പോൾ അവിടെ അത് തന്നെ സംഭവം. പാവപ്പെട്ട യേശുവിൻ്റെ അമ്മ മറിയ യേശുവിനോട് പോയി പറഞ്ഞു, മക്കളെ എനിക്കൊരു രഹസ്യം പറയാനുണ്ട്, ഇങ്ങോട്ട് വന്നാണ്, ഇങ്ങോട്ട് വന്നാണ്, ഇങ്ങോട്ട്. പിന്നെ ഉണ്ടല്ല വീഞ്ഞ് തീർന്നോ ഏട്ടാ, പങ്കം തന്നെ വീഞ്ഞ് തീർന്നുപോയി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പി എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്താ എന്ന് ചോദിച്ചിട്ട് പ്ലീസ് ഒരടി ഒന്ന് മാറി നിൽക്കണേ എന്ന് പറഞ്ഞിട്ട് കർത്താവ് അങ്ങ് മാറിപ്പോയി. ഹല്ലേലൂയ. പക്ഷേ അമ്മ മറിയ മനസ്സ് വിട്ടോ, കൈ വിട്ടോ, മനസ്സ് വിട്ടോ, മനസ്സ് കളഞ്ഞോ? ഇല്ല. പുള്ളിക്കാരത്തിക്ക് അറിയാം അവൻ തക്ക സമയത്തിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് അവിടെ തീർന്നില്ല, സസ്പെൻസ് തീരുന്നില്ല. കർത്താവിൻ്റെ സമയമായപ്പോഴേക്കും കർത്താവ് അങ്ങ് അടുക്കളയിലോട്ട് കയറിപ്പോയി. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളെല്ലാവരും ചുമ്മാ അടുക്കളയിലൊന്നും കയറി കളഞ്ഞാൽ അത് പണ്ട്. ഇപ്പം അടുക്കളയിൽ കയറിയാൽ ശരിയാവില്ല. ആമേൻ, സ്തോത്രം.
പിന്നെ നമ്മളെയും കൂടെ വീട്ടിൽ കയറ്റില്ല ആൾക്കാർ. അല്ലെങ്കിൽ നമുക്കൊക്കെ വല്ല വീട്ടിൽ പോകാണ്ട് നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് എനിക്കൊരു ദൈവപ്രവൃത്തി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ അടുക്കളയിൽ പോയി ഫ്രിഡ്ജ് തുറന്നിട്ട് ഈ അൽഫാം ഇന്നലത്തെ ഇല്ലേ ആ എയർ ഫ്രയറിനടുത്ത് ചൂടാക്കിയിട്ട് ഞാൻ ഒന്ന് കഴിക്കട്ടെ. ഏലിയാവ് സാറാപത്തിലെ വിധവയുടെ വീട്ടിൽ പോയിട്ട് ആ ഉള്ള അടയും കൂടെ ഇങ്ങോട്ട് ഇടുന്ന് പറഞ്ഞ് നിങ്ങൾ പോയി ഫ്രിഡ്ജ് തുറന്ന് ചോദിക്കരുത്. ഹല്ലേലൂയ. നാളെ നമുക്കൊരു ഗ്ലാസ് വെള്ളമെങ്കിലും തരാൻ വേണ്ടി അവർക്ക് മനസ്സുണ്ടാക്കണം. ചുമ്മാ തമാശ. അവിടെ കയറട്ടെ. കർത്താവ് അടുക്കളയിൽ പോയിട്ട് മറിയെ കൈവിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. യേശുവചൻ പറഞ്ഞു, എനിക്ക് നിനക്ക് തമ്മിൽ എന്തും ചോദിച്ചിട്ടും മറിയ ഒരു കാര്യം പറഞ്ഞു. അവിടുത്തെ വേലക്കാരെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? അവൻ എന്തേലും നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക. അത് മറിയയുടെ വിശ്വാസത്തെ കാണിക്കുക. ഹല്ലേലൂയ. ദിസ് ഇസ് നോട്ട് ടൈം എന്ന് പറഞ്ഞു. പക്ഷേ ഷീ സ്റ്റിൽ ഹാഡ് ദാറ്റ് ഫെയ്ത്ത്. അവൾക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു. യേശു ചിലത് ചെയ്യും. വേലക്കാരോട് പറഞ്ഞു, അവൻ നോട്ട് ചെയ്തിട്ടും ആള് മാറിപ്പോലെ ദാ നിൽക്കുന്ന എൻ്റെ മോന. അവൻ തന്നെ. അവൻ ലോകത്തിൻ്റെ രക്ഷിതാവാ. അവൻ അത്ഭുത മന്ത്രിയാ. അവൻ വീരനാ ദൈവമാ. അവൻ വിശ്വസ്തനായ ദൈവമാ. ആരെ നിന്ദിക്കുന്നവനല്ല, ആർക്കും കടക്കാരനല്ല. അവൻ എവിടെയുണ്ടോ അവിടെ നിന്നയില്ല, അവിടെ മാന്യതയായിരിക്കും. സ്തോത്രം. അവന് വേണ്ടി ആരെങ്കിലും ക്രൂശ് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം അവിടെ തകരത്തില്ല, അവർ ജയിക്കും. സ്തോത്രം. ഹല്ലേലൂയ. മറിയ കാണിച്ചു കൊടുത്തു. അവരെല്ലാം പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ അനുസരിക്കാം. കർത്താവിന് സമയമായപ്പോൾ ഇവരെല്ലാവരും കൂടെ വിളിച്ചു നിർത്തി, കം ഓൺ ഷെഫ്സ്, ലൈൻ അപ്പ്. ഈ ഉണ്ടാവൊന്നും പറ്റൂല, ഈ ഉണ്ടാവൊന്നും എനിക്ക് ശരിയാകത്തില്ല, ഈ ഉരുളി ശരിയാകത്തില്ല, മറ്റ് വെളിയിൽ എല്ലാവരും ഉപേക്ഷിച്ച് 6 തിരിഞ്ഞു നോക്കാതെ കിടന്ന കൽഭരണികളുണ്ട്. 6 ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ, കൊണ്ടുപോവാ. എന്തിനാന്ന് പറഞ്ഞില്ല. ഈ കൽഭരണികൾ ഉപയോഗിക്കുന്ന കാല് കഴുകാനാ. ഉപേക്ഷിച്ചതിനെ പ്രയോജനപ്പെടുത്തുന്നൊരു ദൈവം. കാൽ അതിൻ്റെ അകത്ത് ഇടൂല, അതുകൂടെ പറയണമല്ലോ. കാൽ അതിനകത്ത് ഇടൂല, കാല് കഴുകാൻ വേണ്ടി വെള്ളം വെച്ചിരിക്കുന്ന 6 കൽഭരണികൾ. അപ്പോൾ ഈ കൽഭരണികൾ എടുത്തോണ്ട് വരാൻ പറയുമ്പോൾ അവരോട് പറയുന്നില്ല. അവർ വിചാരിച്ചിടും യേശുവിനെ കാല് കഴുകുക എന്താ, അങ്ങോട്ടൊന്ന് നടന്നു പോയി ഈ കല്ലുണ്ടാക്കി ഈ ഭാരമുള്ള ഭരണിയൊക്കെ ഞങ്ങളെ കൊണ്ട് ഇനി ഭാരം ചുമപ്പിച്ച് ഇവിടെ കൊണ്ട് വെച്ചാലേ അങ്ങേർക്ക് കാല് കഴുകാൻ, ഒന്ന് വെളിയിലോട്ടൊന്ന് 2 ആ തിരുമനസ് അങ്ങോട്ട് ഇറങ്ങി അങ്ങ് പോയാൽ പോരെ എന്നൊന്നും അവർ ചിന്തിച്ചില്ല. കർത്താവിന് പ്ലാനൊന്നും പറഞ്ഞു കൊടുത്തില്ല. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പലപ്പോഴും ദൈവത്തെ മാപ്പിനെ പോലെ എനിക്ക് ഇന്നതാണ് ആഗ്രഹം, കർത്താവെ അത് നടക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ് കർത്താവിനെ അങ്ങോട്ട് പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കും. നോ ശരി, അതല്ല എൻ്റെ സിസ്റ്റം. അവിടെ സിസ്റ്റം അവർ കറക്റ്റായിട്ട് മനസ്സിലാക്കി. ഞാനല്ല ദൈവത്തെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ദൈവം പറയുന്നത് ഞാൻ അനുസരിക്കുക. ദാറ്റ് ഈസ് മൈ ഡ്യൂട്ടി. അവരനുസരിച്ചു. അറിയുന്നില്ല എന്തിനാന്ന്, വീഞ്ഞിനാന്ന് ആരും അറിയുന്നില്ല. കാരണം അത് സീക്രട്ട് വിഷയമായിട്ട് എല്ലാവരും വെച്ചിരിക്കുക. ടോപ്പ് സീക്രട്ടായിട്ട് വളരെ വേണ്ടപ്പെട്ടവർ മാത്രം അറിഞ്ഞിരിക്കുന്ന സംഭവം. അപ്പോൾ വീഞ്ഞിനാണ് കർത്താവ് ചെയ്യുന്നതെന്നൊന്നും അറിയുന്നില്ല ആരും. കൽഭരണി എടുത്തോണ്ട് വരാൻ പറഞ്ഞു, എടുത്തോണ്ട് വന്നു. വെള്ളം വക്കോളം നിറയ്ക്കാൻ പറഞ്ഞു. വെള്ളത്തിന് അവിടെ കുറവൊന്നും ഇല്ലായിരുന്നു, എന്നാലും അവരെന്ത് ചെയ്തു? അവർ നിറച്ചു. വീഞ്ഞിനാണെന്ന് ആരും അറിയുന്നില്ല. കർത്താവ് പറഞ്ഞില്ല, മക്കളെ ഒരു നോട്ട് ബുക്കും പേനയായിട്ടിരി, ഞാൻ 2 കാര്യം പറഞ്ഞു തരട്ടെ. പിന്നെ ഇന്ന് നമ്മൾ വീഞ്ഞുണ്ടാക്കാൻ പോവാണ്. സ്റ്റെപ്പ് നമ്പർ 1, ഞാൻ നിങ്ങളോട് കൽഭരണി എടുത്തോണ്ട് വരാൻ പറയും. അപ്പം നിങ്ങൾ കൽഭരണി എടുത്തോണ്ട് വരണം. സ്റ്റെപ്പ് നമ്പർ 2 എഴുത്, പെട്ടെന്ന് എഴുത്, സമയം പോണേ. 2ാമത്തെ സ്റ്റെപ്പ്, എന്നിട്ട് വെള്ളം അതിൻ്റെ വക്കോളം നിറയ്ക്കണം. എഴുതിയോ? ഓക്കെ, ഗുഡ്. ഇത് സ്റ്റെപ്പ് നമ്പർ 3. ഞാനതിങ്ങനെ കോരി വിളമ്പുമ്പോൾ അത് വീഞ്ഞായി മാറും. കേട്ടോ? ഓക്കെ അല്ലേ? പ്രോജക്റ്റ് ഓക്കെ അല്ലേ? അപ്രൂവ്ഡ് ആണല്ലോ. ഇനി അത് ചെയ്യും എന്നൊന്നും കർത്താവ് എല്ലാം പറഞ്ഞു തന്നിട്ടല്ല വിട്ടത്. ഒന്നും പറഞ്ഞു കൊടുത്തില്ല. എന്താ ചെയ്യുന്നതെന്ന് ആരും അറിഞ്ഞില്ല. പക്ഷെ അവരനുസരിച്ചു. അവർ ചെയ്യാൻ പറഞ്ഞത് ചെയ്തു. ഒന്നും അവിടെ തോന്നിയില്ല, ഒരു മുടി പോലും അനങ്ങിയില്ല, ഒന്നും നടന്നില്ല. പക്ഷെ അവരനുസരിച്ചു, വക്കോളം നിറച്ചു. എന്നിട്ടും അവിടെ പിതാവേ ഈ വെള്ളം വീഞ്ഞായി തീരട്ടെ എന്നും പ്രാർത്ഥിച്ചില്ല കർത്താവ്. ഇതിപ്പോൾ വീഞ്ഞാകുന്നു എന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, കോരി വിളമ്പുവൻ. വേണമെങ്കിൽ ആൾക്കാർക്ക് പറയായിരുന്നു, അയ്യോ കല്യാണ വീട്ടിൽ വീഞ്ഞ് വിളമ്പേണ്ടടുത്ത് വെള്ളം വിളമ്പാൻ, അയ്യേ
നമ്മുടെയും ചിന്തകളിൽ ഇതാ വരുന്ന പലപ്പോഴും, കർത്താവേ എനിക്ക് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് സ്റ്റേൺ ആകണം. സ്തോത്രം, എന്നാലും എനിക്ക് കൊടുക്കാൻ പറ്റും. കർത്താവിന് ഈ സാക്ഷ്യം പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് ഒരു നഖ വിളവി അത് വളർന്നു വരാനുണ്ട്. അതും കൂടെ വളർന്നു വന്നിട്ടേ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റൂ. സാക്ഷ്യവും കൊടുപ്പും മാത്രമല്ല, ഇതുപോലെ പല കാര്യങ്ങൾ, നിങ്ങളുടെ ഭൗതിക വിഷയങ്ങളായാലും നിങ്ങളുടെ ആത്മീക വിഷയം, ആത്മീകം മാത്രം ഒന്നും അല്ലാതെ ഭൗതിക വിഷയങ്ങളിലും ചിലർക്ക് കട തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്തോത്രം, കുറേ എക്സ്ക്യൂസ് ഉണ്ട്. ചിലർക്ക് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്, പല എക്സ്ക്യൂസുകളുണ്ട്. ചിലർക്ക് ചില വിഷയങ്ങൾക്ക് പ്രേറ്റവറി പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്, പല എക്സ്ക്യൂസുകളുണ്ട്. പിള്ളേരെ നോക്കിയാൽ അത് തന്നെ, ചിലർക്ക് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ അവർക്ക് A+ വേണമെന്ന് തന്നെ. സ്തോത്രം, നമ്മൾ പിള്ളേരെ കുറ്റം പറയുമല്ല, ആദ്യം നമ്മളാണ് മാതൃകയുള്ളത്. നീ പഠിച്ചാലല്ലേടാ നിനക്ക് A+ കിട്ടും. അത് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ചിലത് ചെയ്താലല്ലേ ചിലത് സംഭവിക്കത്തുള്ളൂ. നിങ്ങളുടെ മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തത് എല്ലാം നടക്കത്തില്ല. വിളമ്പാൻ പറയുമ്പോൾ വിളമ്പിക്കോണം. അത് പച്ച വെള്ളമായാലും ഇനി കാടി വെള്ളമായാലും അങ്ങ് വിളമ്പിക്കോണം. ഹല്ലേലൂയ. കൈപ്പേറിയ മാറയായിരിക്കാം നിന്റെ ലൈഫിൽ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിളമ്പാൻ പറഞ്ഞ് അങ്ങ് വിളമ്പിക്കോണം. ഇന്നത് വീഞ്ഞായില്ല, മധുരമായില്ല, മാറയായിരിക്കാം. പക്ഷേ if God has told you to serve it, do it. Just do it. Just do it. ഒരു CV കൊണ്ട് ഒരിടത്ത് കൊണ്ടുകൊടുക്കാൻ കർത്താവ് പറഞ്ഞു. നിന്റെ ക്വാളിഫിക്കേഷൻ ഇല്ലായിരിക്കാം, നിനക്ക് അതില്ലായിരിക്കും, ഇതില്ലായിരിക്കാം, അതിനേക്കാൾ അവിടെ വലിയ പിടിപാടുള്ള ആൾക്കാരെ കൊണ്ടായിരിക്കാം. ഓക്കെ, എവറിത്തിങ് ലെറ്റ് ഇറ്റ് ബി. But if God has told you to do something, just do it. If God has opened an opportunity for you, just do it. ഒരു അവസരം ദൈവം നിന്റെ കൺമുമ്പിൽ കൊണ്ടുവന്നിട്ടെങ്കിൽ ആ അവസരം വേറെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോകുന്നവരെ നീ കാത്തിരിക്കരുത്. Just do it. ഒരു വഴി ദൈവം നിനക്ക് തുറന്നു തന്നെങ്കിൽ ആരെങ്കിലും അതിനകത്തൂടെ കയറി പോകുന്നതിന് മുമ്പ് just do it. Hallelujah. Hallelujah. ചിലത് മക്കളോട് പറയേണ്ട കാര്യങ്ങളുണ്ടോ? നീ അവസരം നോക്കി പറഞ്ഞ് ഇരുന്നിരുന്ന് ലാസ്റ്റ് അവരുടെ കയ്യിൽ നിന്നെല്ലാം പോകുന്നതുവരെ വെയിറ്റ് ചെയ്യരുത്. ചില കാര്യങ്ങൾ അവർക്ക് പറയാനായിട്ട് ദൈവം നിന്നോട് പ്രേരിപ്പിച്ചെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ അവൻ ചിന്താ മണ്ഡലത്തിനകത്ത് അങ്ങനെ ഒരു ജ്ഞാനം ദൈവം തന്നെങ്കിൽ, ചിലത് സംസാരിക്കുന്ന റൈറ്റ് ടൈമിൽ സംസാരിക്കുക, റൈറ്റ് ടൈമിൽ ഇടപെടുക, റൈറ്റ് ടൈമിൽ ഇടപെടുക. അതിന് വിഷയമാണോ? വസ്തുവിൻ്റെ വിഷയമാണോ? ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെതാണോ? ഒരു വിദേശ യാത്രയാണോ? ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ക്രമീകരണം എന്തും ആയിക്കോട്ടെ. ഒരു മോള് പ്രേറ്റവറിൽ കുറേ മാസമായി, ഞാൻ ഇന്ന് ഓർക്കുന്നു. നല്ല കഴിവുള്ളൊരു കൊച്ച്, ഫുൾ A+ ആയിരുന്നു +2. ഫുൾ A+, നല്ല മാർക്കോടുകൂടെ അവൾ പാസ്സായി. പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ ഒരു കോളേജിൽ അവൾ ആപ്ലിക്കേഷൻ കൊടുത്തില്ല എന്ന്. എന്താ കാര്യം ചോദിച്ചപ്പോൾ ഇത്രയൊക്കെ മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന്. ഏതോ ഒരു കോളേജിലെ അവളെ കസിൻസൊക്കെ വഴി, ഇവള് നല്ല മാർക്കുള്ള കൊച്ചല്ലേ, അപ്പോൾ കോളേജ് വരെ ഈ കൊച്ചിനെ വിളിച്ച്, വലിയ കോളേജൊന്നുമല്ല, ഒരു കോളേജ്, ഈ കൊച്ചിനെ വിളിച്ച് ഞങ്ങൾ അഡ്മിഷൻ തരാമെന്ന് ആ കൊച്ചിനെ അങ്ങോട്ട് വിളിച്ച് പറഞ്ഞു. ഞാൻ പറയും, മോളെ നിന്റെ മാർക്ക് വെച്ച് നിനക്ക് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാം, നീ എന്തുകൊണ്ട് അപ്ലൈ ചെയ്തില്ല? ഇത് നമ്മുടെ ലൈഫിൽ പലപ്പോഴും സംഭവിക്കുന്നേ. നമുക്ക് വിശ്വാസമില്ല, നമുക്ക് ധൈര്യമില്ല, ഉറപ്പില്ല. ചില അനുഭവങ്ങൾ, വന്നുപോയ ചില സാഹചര്യങ്ങൾ, നിന്റെ ശരീരത്തെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുഷ്ഠം ഇന്നും നിന്നെ അള്ളിപ്പിടിച്ചിരിക്കുന്നത് നിന്റെ വിശ്വാസത്തിന് അത് തടസ്സമായി നിൽക്കുകയാണ്. ഈ കുഷ്ഠരോഗികളെ കണ്ടുപിടിക്കണം. കുഷ്ഠമുണ്ടെങ്കിലും ഞാൻ അനുസരിക്കും. എൻ്റെ വിഷയം അതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ നിൽപ്പുണ്ടായിരിക്കും. എൻ്റെ സാഹചര്യം ഇന്നും മരുഭൂമിയായിരിക്കാം, ബട്ട് ഐ എം സ്റ്റിൽ ഗോണ ബിലീവ് ആൻഡ് ഒബേ ഗോഡ്. ഇതുപോലെ പല പല വിഷയങ്ങൾ, ഒത്തിരി വിഷയങ്ങൾ. നമുക്ക് ദൈവം ഒരു വലിയ അവസരങ്ങളെ നാം തലനാടിരക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? ഒരു ഹെയർ സ്ട്രാൻഡിൻ്റെ ഡിഫറൻസിന് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസമെങ്കിലും വി ഹാവ് ടു കം ബാക്ക് ടു ദ ട്രാക്ക്. ഒരു ഈച്ച പോലും നിന്റെ കടയിൽ വരൂലായിരിക്കും. എങ്കിലും എല്ലാ ദിവസവും നീ തുറക്ക്, സമയത്തിന് തുറക്ക്. 9 മണി എന്നുള്ള സമയമല്ല,
അത് കട എന്തോ ടൈപ്പ് കടയാണോ അതിനനുസരിച്ച്. ചായക്കടയാണെങ്കിൽ രാവിലെ തുറക്കണം, ഉച്ചയ്ക്ക് കൃത്യസമയം തുറക്കണം. അല്ലാതെ എനിക്ക് അവിടെ പോകാനുണ്ട് ഇവിടെ പോകേണ്ട ഇതിന് തോന്നിയ സമയത്ത് തുറന്നു കഴിഞ്ഞാൽ ഒരു ഈച്ച പോലും നിങ്ങളെ ചായ കുടിക്കാൻ വരില്ല. ഈച്ചയുടെ വരെ വയറ് നിറഞ്ഞു, കാരണം വേറെ അടുത്തൊക്കെ പോയി ചായ കുടിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ വീട് വൃത്തിയാക്കുന്ന കാര്യമാണോ? ഞാൻ സിമ്പിളായിട്ടുള്ള വിഷയം. എവറിത്തിങ് ഈസ് വർഷിപ്പ്. Everything God has given upon you as a responsibility, doing it is worship. മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നീ ചെയ്യുന്ന എല്ലാം ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന കാര്യങ്ങളാണെന്ന് മറക്കരുത്. അങ്ങനെയല്ലേ വേദപുസ്തകം പഠിപ്പിക്കുന്നത്? നീ ചെയ്യുന്ന എല്ലാം ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്ന രീതിയിൽ ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനർത്ഥം നല്ലൊരു ഭാര്യയായി നാം ജീവിക്കുന്നെങ്കിൽ, നല്ലൊരു ഭർത്താവായി ജീവിക്കുന്നെങ്കിൽ, നല്ലൊരു അമ്മയായി ജീവിക്കുന്നെങ്കിൽ, നല്ലൊരു മകനായി മകളായി ജീവിക്കുന്നെങ്കിൽ, നിനക്ക് ദൈവം തന്ന വീടിനെ നീ മിനുക്കി പിറക്കി നല്ല മനോഹരമാക്കി വെക്കുന്നെങ്കിൽ, നീ നല്ല ഭക്ഷണം വെക്കുന്നെങ്കിൽ, നിന്റെ മക്കൾക്ക് നല്ല കാര്യങ്ങൾ അവൻ സ്കൂളിലുള്ളത് പഠിപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, അവൻ ഏത് കാര്യം നീ ചെയ്താലും, തൂത്താലും പാചകം ചെയ്യുന്നതായാലും നിന്റെ കക്കൂസ് വൃത്തിയാക്കുന്നത് പോലും അത് ദൈവസന്നിധിയിലുള്ള ആരാധനയാണ്. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം ദൈവനാമം മഹത്വത്തിനായി നീ ചെയ്യുന്നതാണ്. സ്തോത്രം. നാളൊരു കാലത്ത് നമ്മൾ നോക്കി പറയരുത്, വലിയ പള്ളിക്കാരി ആ വീട്ടിനകത്ത് പോയി കയറാൻ പറ്റത്തില്ല, വലിയ പള്ളിക്കാരി അവരുടെ ടോയ്ലറ്റ് കയറിയിട്ടുണ്ടോ ഇന്നവിടെ ചോദിക്കേണ്ടുന്ന അവസ്ഥ വരരുത്. ഹല്ലേലൂയ. എവറിത്തിങ് ദാറ്റ് വി ഡു, രാവിലെ എഴുന്നേൽക്കുന്നതായാലും നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോൾ അതിന് ഉപ്പും പുളിയും എല്ലാം ശരിയാകുന്നതായാൽ പോലും അതിനകത്തൊരു പൂർണ്ണത ഉണ്ടാകുമ്പോൾ അവിടെ ആക്ച്വലി ഇറ്റ് ഇസ് എ വർഷിപ്പ്. നമ്മൾ വിശ്വസ്തത ആചരിച്ചു. എന്നെ ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ ഞാൻ നന്നായി ചെയ്തു, അഡ്ജസ്റ്റ്മെന്റ് ചെയ്തില്ല, ഞാൻ നിറപടിയായി ചെയ്തു. ഒരു തൃപ്തി ഉണ്ടാകും അല്ലേ? ഇവിടെ ഇരിക്കുന്ന 50-60 വയസ്സായ അമ്മമാരോട് ചോദിച്ചാൽ അറിയാം, അവര് പുട്ടും ചിക്കനും ഒക്കെ മക്കൾക്ക് അങ്ങ് വെച്ചു കൊടുക്കുമ്പോൾ മക്കൾ പറയണം, അമ്മ അടിപൊളിയായിട്ടുണ്ട്, എനിക്ക് അമ്മ വെക്കുന്ന പുട്ടും ചിക്കനുമേ കഴിക്കാൻ പറ്റൂ, വേറെ ആരും എൻ്റെ ഭാര്യ വെച്ച. സത്യം പറഞ്ഞാൽ എന്തുവാണ്, ഭാര്യയ്ക്ക് വെക്കാൻ മടിയായിട്ടായിരിക്കും, അല്ലേ? ഭാര്യ വെച്ച് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും. സോദര, അമ്മ വെച്ചാലേ എനിക്ക് ഇഷ്ടപ്പെടുള്ളൂ, വേറെ ആര് വെച്ചാലും ഈ കൈപ്പണ്യം കിട്ടില്ല. എന്നാലും ആ പറച്ചിൽ കേൾക്കുമ്പോൾ ഒരു കണ്ടാടി, കണ്ട എൻ്റെ മോൻ പറഞ്ഞ കണ്ട എന്നൊരു സന്തോഷം അല്ലേ? ആണോ അല്ലയോ? എവിടെയാണത് ഉണ്ടാകുന്നത്? ആത്മാർത്ഥമായി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ, ജോലിയാകട്ടെ, ബിസിനസ് ആകട്ടെ, ആത്മീക ജീവിതമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, സാമൂഹിക ജീവിതമാകട്ടെ, ഏതുമായിക്കോട്ടെ, ജസ്റ്റ് ഡു ഇറ്റ്. തോന്നണമെന്നില്ല, ചെയ്യുക, ചെയ്യണം, ചെയ്യും, ചെയ്തിരിക്കും. ഇതൊരു ലെസൺ ആകട്ടെ. ഈ മാസത്തിന്റെ ദൂത് അതൊരു ഉത്തരവാദിത്വത്തിന്റെ ദൂതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കിതിനകത്തിരിക്കുന്ന പല വിശ്വാസ വീരകളെയും എനിക്കറിയാം. ബ്രദറെ, നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഈ നാളെ ലാസ്റ്റ് ഡേറ്റായ സംഭവത്തിന് ക്രമീകരണം ചെയ്യാൻ പോകേണ്ടുന്ന സമയത്തിൽ പോലും, ഞാൻ പറയുന്നത് നാളെ എല്ലാവരും കൂടെ പ്രേറ്റവറി വരണമെന്നുള്ളതല്ല, പക്ഷേ ചിലർ അവിടെയും പ്രതീക്ഷ കൈവിടാതെ അവർ പ്രേറ്റവറി കടന്നു വന്ന ആ ലാസ്റ്റ് മിനിറ്റ് വരെ വന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ട്. എന്നിട്ട് അടുത്ത ആഴ്ച വരുമ്പോൾ പറയും, ദൈവം അത്ഭുതകരമായി കരുതി കേട്ടോ. നിരാശപ്പെട്ടോ, അയ്യോ ഇതുവരെ ഒന്നും നടന്നില്ലല്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കയറി നിരാശപ്പെട്ടിരുന്ന കാര്യങ്ങൾ നടക്കത്തില്ല. പ്രേറ്റവർ മാത്രം പിടിക്കണ്ട, അതൊരു പക്ഷെ ഓടാൻ പോകുന്നതായിരിക്കാം, ഒരു പക്ഷെ നിന്റെ പ്രോഡക്റ്റുകളുമായിട്ട് വീടോളം കയറുന്നതായിരിക്കാം, ഒരു പക്ഷെ നീ ചന്തയിൽ പോയി ഇരിക്കുന്നതായിരിക്കാം, ഒരു പക്ഷെ ചില കോൾസുകൾ അവൻ ചെയ്യുന്നതായിരിക്കാം, ചിലരോട് നീ ക്ഷമ പറയുന്നതുമായിരിക്കാം, ചിലരോട് നീ ക്ഷമിക്കുന്നതുമായിരിക്കാം, നീ അകറ്റിക്കളഞ്ഞതുമായി ചിലതുമായി സഹകരിക്കുവാൻ ഒരു തീരുമാനം എടുക്കുന്നതുമാകാം നിനക്ക് ചില വഴിത്തിരിവിന് കാരണമായി തീർന്ന്. ജസ്റ്റ് ഡു ഇറ്റ്. ചെയ്യുക, തോന്നണ്ട, ജസ്റ്റ് ഡു ഇറ്റ്, ചെയ്യുക. 1 രാജാക്കന്മാരുടെ പുസ്തകം 17 അധ്യായം 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഏലിയാവ് വീട്ടിൽ കയറിയിട്ട് അവളോട് പറഞ്ഞിരുന്നു, അവള് ചാകാൻ കിടക്കുന്നവളാ. അവസാനം ഒരട ഉണ്ടാക്കാനുള്ള ഒരല്പം മാവുണ്ട്, അതും കൂടെ ഉണ്ടാക്കി കഴിച്ചിട്ട് ലാസ്റ്റത്തെ രുചി കുറേ നാളായി കഴിച്ചിട്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് അവസാനമായിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് മാറ്റി വെച്ചിരുന്ന ഒരല്പം മാവ് മാത്രം ഉണ്ടെന്ന് ദൈവദാസനോട് പറഞ്ഞപ്പോൾ ദൈവദാസൻ അവൻ മുമ്പും നോക്കാതെ
മാവുണ്ടല്ലേ, എനിക്ക് വിശക്കണം കേട്ടോ, ഒരട ഇങ്ങോട്ട് എടുത്തോണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്നാണ് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ചിന്തിച്ചില്ല, ഇത്രയും ക്രൂരൻ, ഞങ്ങൾക്ക് അവസാനമായിട്ട് കഴിക്കാൻ വെച്ചിരുന്ന, ബാക്കി രുചിക്ക് കഴിക്കാൻ വെച്ചിരുന്ന സാധനമാണ് എന്നൊന്നും പറഞ്ഞില്ല. ഏലിയാവും പറഞ്ഞു കൊടുത്തില്ല, മക്കളെ നീ പിന്നെ എനിക്ക് ആ അട ഉണ്ടാക്കി തരുമ്പോൾ ഉണ്ടല്ലോ, നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല, കലശത്തിലെ എണ്ണ കുറയത്തില്ല, എന്നൊരു അത്ഭുതം നിനക്ക് നടക്കാൻ പോവാണ് എന്നൊന്നും ഏലിയാവ് ഒരക്ഷരം മിണ്ടിയില്ല. ഏലിയ പറഞ്ഞു, എനിക്ക് വിശക്കുന്ന ഒരു അട എങ്ങോട്ട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ആ സ്ത്രീ എന്ത് ചെയ്തു? ദൈവശബ്ദം കേട്ട് അനുസരിച്ച്, ഓക്കെ, അവള് പോയി. കണ്ണുനീരോടെ ആയിരിക്കാം, മനസ്സ് വീർപ്പ് മുട്ടുന്നുണ്ടായിരിക്കും, പക്ഷെ എങ്കിലും അവൾ അടുക്കള കയറി, അവിടെ വിടുതലായി. ഹല്ലേലൂയ. ചില ദിവസങ്ങൾ അടുക്കള കയറാൻ തോന്നത്തില്ല, മനസ്സ് അനുവദിക്കത്തില്ല. അത്രയും രാത്രി വീട്ടിൽ നടന്ന ലഹള നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം അങ്ങേർക്ക് കൊടുക്കാൻ മനസ്സുണ്ടാകത്തില്ല. പക്ഷെ അടുക്കള കയറിയ വിടുതല. ഹല്ലേലൂയ. കയറിക്കഴിഞ്ഞാൽ വിടുതലായി. സ്തോത്രം. പറഞ്ഞേ, ഷട്ടങ്ങ് തുറന്ന് അതിനകത്ത് കയറി ഇരുന്ന് കൊടുക്ക, ഇരി അങ്ങോട്ട്, ആ കടയിൽ കയറി ഇരിക്ക്. ₹1 വന്നില്ലായിരിക്കും, ഇറ്റ്സ് ഓക്കെ, ജസ്റ്റ് ഗെറ്റ് ഇൻ. കയറിക്കഴിഞ്ഞാൽ വിടുതല. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ചില കാര്യാദികളിലേക്ക് ഇറങ്ങുവാനെ കഴിയാതെ വണ്ണം മനസ്സും അടുത്ത ചിലരോട് പരിശുദ്ധാത്മ വ്യക്തമായി സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. നിന്റെ ചില പ്ലാനുകളെല്ലാം ഒരു ഹാഫ് കുക്ക്ഡായിട്ട്, ഹാഫ് ഡണ്ണായിട്ട് നടക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ കർത്താവ് വ്യക്തമായി ഇടപെടുന്ന ഞാൻ ആത്മാവിൽ മനസ്സിലാക്കുന്നു. തീരുമാനമെടുത്തോണം. കേറിയ വിടുതല, തുടങ്ങിയ വിടുതല. Just do it. Just do it. Just start it. ഇനി ജിമ്മിൽ പോകുന്ന ജിമ്മന്മാരോടായാലും പറഞ്ഞോട്ടെ, ജിമ്മിൽ പോകുന്നതായിരിക്കും നിന്റെ ഒരു ലക്ഷ്യം നടക്കാതിരിക്കുന്നത്. Just start it. Just do it. Just go. പോയി തുടങ്ങ്. നിന്റെ അമിതമായ ഭക്ഷണം കഴിപ്പാണോ നിന്റെ പ്രശ്നം? ജസ്റ്റ് സ്റ്റാർട്ട് ഇറ്റ്. ഓണം കഴിയാൻ വേണ്ടി കാത്തിരിക്കണ്ട. സദ്യയുടെ കാലറി അന്ന് കഴിക്കാം. സദ്യയുടെ കാലറി അന്ന് കഴിക്കാം. അതിനു വേണ്ടി നിങ്ങൾ ഇപ്പോഴും അതിഭക്ഷകനാകുന്ന എന്തിനാ? വേദപുസ്തകത്തിനൊന്നും അതിഭക്ഷകന്റെ ദാരിദ്ര്യം വിട്ടു മാറത്തില്ല. നിങ്ങളാരും പട്ടിണി കിടക്കണമെന്നല്ല പറയുന്നത്, ആവശ്യത്തിന് കഴിക്കുക. നിങ്ങൾക്ക് തന്നെ അമിതമായിട്ട് കഴിപ്പൊരല്പം കൂടുന്നു തോന്നുന്നുണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യണം. സെൽഫ് കൺട്രോൾ ഇസ് എ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇന്ദ്രിയ ജയം. ചിക്കൻ പെരട്ട് നിങ്ങൾ മേടിക്കണം കേട്ടോ. പക്ഷെ വേറെ എവിടെ നിങ്ങൾ മണം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണം മേടിക്കണമെന്നില്ല. ഹല്ലേലൂയ. കൺട്രോൾ ഉണ്ടാകണം. ജസ്റ്റ് ഡു ഇറ്റ്. സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. തുടങ്ങുക. അതിനി ഓണം കഴിയാൻ വെയിറ്റ് ചെയ്യണ്ട. അടുത്ത വർഷത്തേക്കാണ്ട് വെയിറ്റ് ചെയ്യണ്ട. ഈ വർഷം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ജിമ്മിൽ പോകണം. ഞാൻ പിന്നെ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം നടക്കാൻ പോകും. ആമേൻ, ഫുഡ് കൺട്രോൾ ചെയ്യും. ആമേൻ, ഷുഗർ എൻ്റെ 450 കിടക്കണതിനെ ഞാൻ 130 കൊണ്ടുവരും. ആമേൻ, ഹല്ലേലൂയ എന്ന് 31-ാം തീയതി തീരുമാനം എടുത്തു. പക്ഷേ അടുത്ത ദിവസം വരെ തീറ്റി. ഹല്ലേലൂയ. അതുകൊണ്ട് വിചാരിച്ചു ഇനി 2027 ആകട്ടെ. വേണ്ട, നാളെ തുടങ്ങുക. ഷുഗറൊക്കെ കുറയട്ടെ, കുറച്ചുകൊണ്ട് ദീർഘായുസ് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ നിർത്തുകയാ. ജസ്റ്റ് ഡു ഇറ്റ്. ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്തം എടുക്കുക.